അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്നും തുടരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എവിടെയും കണ്ടെത്താനാവുന്നില്ല. അരിച്ചുപെറുക്കി അന്വേഷണം ഇപ്പോഴും നടക്കുകയാണോ? തീർച്ചയായിട്ടും ഇതുവരെയും സിദ്ദിഖിനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. പക്ഷേ അന്വേഷണ സംഘം ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം സിദ്ദിഖ് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുമ്പോൾ പോലും ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള അവസരം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. കാരണം ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അതേ രീതിയിൽ അന്വേഷണ സംഘം മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് സിദ്ദിഖിനെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഹൈക്കോടതി ഈ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടല്ല ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ആ ജാമ്യാപേക്ഷ ഉത്തരവിൽ മുൻകൂർ ജാമ്യം അപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. അപ്പോൾ സിദ്ദിഖിനെ പിടികൂടുന്നതിൽ സംസ്ഥാന പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ഉത്തരവ് വന്ന് 24 മണിക്കൂർ തികയാൻ പോവുകയാണ്. അതിന് ഇടയിലും സിദ്ദിഖിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ എങ്ങോട്ട് പോയാലും അത് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തില്ല. ഇതിൻ്റെ ഉത്തരവ് വന്നപ്പോൾ ഈ വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള സർക്കുലർ ഇറക്കി എന്നുള്ളത് മാത്രമാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ അതിനു മുൻപ് സിദ്ദിഖ് എവിടെ ഉണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ അന്വേഷണ സംഘം ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ ഉത്തരവ് ഇന്നലെ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അന്വേഷണ സംഘം മുൻകൂട്ടി തന്നെ സിദ്ദിഖ് എവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു നടപടിയും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിൻ്റെ നിലപാടുകളെ സംശയനിലയിലാക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും സിദ്ദിഖിനെ പിടിക്കാതിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ഒരു ഇളവ് ലഭിക്കട്ടെ അല്ലെങ്കിൽ അവിടെ നിന്നൊരു ആശ്വാസം ലഭിക്കട്ടെ എന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഇതുവരെയും പിടികൂടാത്തത് അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ബലം നൽകുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. അവർ സിദ്ദിഖിനെ കണ്ടെത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിലവിൽ സിദ്ദിഖ് വിദേശത്തേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിലാണോ അതോ കൊച്ചിക്ക് പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടെത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം സംസ്ഥാന പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരാരും മോശക്കാരല്ല, നമ്മൾ കുറച്ച് കാണുന്നില്ല ഒട്ടും. നമുക്കറിയാം, ഒരു ചെറിയ കുറ്റത്തിൽ പോലും പ്രതികളെ പിടികൂടാൻ എത്ര ശുഷ്കാന്തിയോടെയാണ് നമ്മുടെയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ നെട്ടോട്ടം ഓടുന്നത്, മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുന്നത് എന്ന് നമുക്കറിയാം. ആ സാഹചര്യത്തിലാണ് എല്ലാവർക്കും സുപരിചിതനായ ഒരാളെ ഒരു രാത്രിയും ഒരു പകലുമായും കണ്ടുപിടിക്കാനാവാത്തത്. അങ്ങനെ അന്വേഷണ സംഘം വലയുമ്പോൾ തന്നെയാണ് സർക്കാർ തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മോത്തി, പ്രത്യേക അന്വേഷണ സംഘമാണോ അതോ പ്രത്യേക സംരക്ഷണ സംഘമാണോ എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല, സമീപ ദിവസങ്ങളിലൊക്കെ പല പല ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ആരോപണ വിധേയരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സംരക്ഷണ കവചം സിദ്ദിഖിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉടലെടുക്കുന്നുണ്ട്. മാത്രമല്ല, സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ അതിന് ഒരു മറുപടി നൽകാൻ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിയുന്നില്ല. വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം, സിദ്ദിഖിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും പ്രത്യക്ഷത്തിൽ അത്തരം ഒരു നടപടികളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. നമ്മൾ ഇന്നലെ മുതൽ നമുക്ക് പോലീസിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോലീസിൻ്റെ 2 സംഘമാണ് കൊച്ചിയിലേക്ക് പോയത്. ഈ ജാമ്യഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സംഘം മ്യൂസിയം പോലീസിൻ്റെ ഒരു സംഘം കൊച്ചിയിലേക്ക് പോയി. അതിനുശേഷം മ്യൂസിയം SHOയും കൊച്ചിയിലേക്ക് പോയി. അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷത്തിൽ നടക്കുന്നതേയില്ല. കാരണം നമ്മൾ ഇന്നലെ പകൽ മുഴുവൻ സിദ്ദിഖിൻ്റെ 2 വീടുകളുടെ മുന്നിലും ഉണ്ട്. അതിനൊപ്പം തന്നെ സിദ്ദിഖ് തങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർ, മാതൃഭൂമി ന്യൂസിൻ്റെ പ്രതിനിധികൾ അവിടെയൊക്കെ പോയി അന്വേഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ സ്ഥലത്തും ഒരു പോലീസുകാരൻ പോലും സിദ്ദിഖിനെ അന്വേഷിച്ച് വന്നിട്ടില്ല. പിന്നെ എന്ത് വലവിരിച്ചുള്ള അന്വേഷണം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ബലാത്സംഗ കേസിലെ പ്രതിയാണ് പുറത്ത് നിൽക്കുന്നത്, അതും പ്രബലനായ ഒരു പ്രതി. അത് മാത്രമല്ല, 5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടത്ത് വെച്ചതിൻ്റെ പഴി മുഴുവൻ ഹൈക്കോടതിയിൽ നിന്ന് കേട്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ നടപടിയെടുക്കാതിരുന്നത് എന്ന് ഹൈക്കോടതി പലവട്ടം ചോദിച്ചതാണ്. എന്നിട്ടും ഒരു ബലാത്സംഗ കേസിലെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അത് തള്ളിക്കളഞ്ഞിട്ടും ആ അറസ്റ്റിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തെയും
പോലീസിനെയും ഒപ്പം തന്നെ സർക്കാരിനെയും പിന്നോട്ട് വലിക്കുന്നത് എന്താണെന്ന് ഇതുവരെയും മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ സിദ്ദിഖിനെ സഹായിക്കാൻ ഉള്ള ഏതെങ്കിലും അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. കാരണം സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകുമെന്ന് പറയുന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ പോകുന്നത് വരെ സിദ്ദിഖിനൊരു ആനുകൂല്യം ലഭിക്കാനുള്ള സാവകാശം പോലീസും സർക്കാരും നൽകുന്നുണ്ടോ? സാധാരണ മറ്റേതെങ്കിലും പ്രതികൾക്ക് ഈ സാവകാശം ലഭിക്കുമോ? ഏതായാലും ആ ചോദ്യങ്ങൾക്കാണ് ഈ അന്വേഷണ സംഘം ഉത്തരം പറയേണ്ടത്. മൂത്തി. ശരി അനന്തകൃഷ്ണൻ. ബാലഗോപാലും അരുൺ ശങ്കറും അനന്തകൃഷ്ണനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. 3 പേർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് ഈ അറസ്റ്റ് ചെയ്യാനുള്ള ആളിനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു.